നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ അബിയും ജലജയും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് അബി ജലജയോട് ചോദിച്ചു, അമ്മേ ഇനിയിപ്പോ ആദർശെങ്ങാനും ഡീൽ ഉറപ്പിച്ചിട്ട് വരുമോന്ന് ചോദിക്കുക. എടാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം അതോ ഗതിയാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഏട്ടത്തെയാണെങ്കിലും നയനാണെങ്കിലും നിലത്തെങ്ങും അല്ല നിൽക്കുന്നത്. ഇനിയിപ്പൊ ആ ഡീലും കൂടെ ഉറപ്പിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നെന്ന് പറയാം. ഇപ്പൊ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ആ ഡീൽ ഉറപ്പിക്കാൻ പറ്റുമോന്ന് അമേരിക്കൻ കമ്പനിയായിട്ട് അതെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മൂർത്തി ജ്വല്ലറി ഒന്നുകൂടെ അങ്ങോട്ട് ഉയരും. അങ്ങനെ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും അഹങ്കാരമായിരിക്കും എന്ന് പറയാം. അബി പറഞ്ഞു, എന്റെ ഭഗവാനെ, എന്തൊക്കെ വഴിപാടുകൾ നടത്തിയാലേ എങ്ങനെയെങ്കിലും ഈ ഡീലൊന്നും മാറിപ്പോക. ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല. എനിക്ക് പറ്റില്ലമ്മ, ഞാനിവിടെ കിടന്ന് ജോലി ചെയ്ത് മടുത്തെന്ന് പറഞ്ഞു. എടാ എല്ലാം നീ ഒറ്റൊരുത്തം കാരണമല്ലേ? ഞാൻ വരുത്തി വെച്ചാണോ നീ കാരണം? എനിക്ക് ഇപ്പം അടുക്കള നിറങ്ങാൻ സമയമില്ല. നിന്നേക്കാളും വല്ലാത്തൊരു അവസ്ഥയല്ല ഞാൻ. നടുവിന് വേദനയും കാര്യങ്ങളും ഒരു വശത്ത്. ആ സമയത്താണ് ആ കനികയും കൂടെ വന്നത്. എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ, നിനക്കിതൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി. അതേ സമയത്ത് നയനെ ആദർശനെ വിളിക്കുക. രാവിലെ പോകുന്നതിന് മുമ്പ് തന്നെ ആദർശേട്ടൻ വിളിക്കണ്ട, പക്ഷെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ലേ? ഇതെന്താ കാര്യം? ഒന്നും മനസ്സിലായില്ല. 2-3 വട്ടം വിളിച്ചിട്ട് കോൾ എടുത്തില്ല. എന്നാ എനിക്ക് നല്ല ടെൻഷനായി. ദൈവമേ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുപോലെ തന്നെ ഗൾഫിലേക്ക് ഒരു പോക്ക് പോയതാ, അന്നിങ്ങനെ വിളിച്ചിട്ടെടുത്തില്ല. അവസാനം ആദർശ് ജയിലിലാന്നുള്ള വാർത്തയൊക്കെ കേട്ടത്. ആ ഒരു ചിന്തയായിരുന്നു നയനയുടെ മനസ്സിൽ. അപ്പോഴേക്കും ദേവേനെ ഇങ്ങോട്ട് വന്നു. ദേവേനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന ചോദിച്ചു, അമ്മേ ആദർശേട്ടൻ വിളിക്കോ മറ്റോ ചെയ്തോന്ന് ചോദിച്ചു. ഇല്ല മോളെ, ഇന്നലെ വിളിച്ച, ഇന്ന് അവൻ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ മോളെ, ഞാൻ കുറെ തവണ വിളിച്ചു നോക്കി, പക്ഷെ ആദർശേട്ടൻ കോൾ എടുക്കുന്നില്ല. അത് പിന്നെ മോളെ പോവാനുള്ള തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്തെ. ചിലപ്പം പോകുന്നതിന് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടായിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. ഇനിയിപ്പോൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതല്ലമ്മേ, മുമ്പറിയാലോ ഗൾഫിലേക്ക് പോയ സമയത്ത് ഇതുപോലെ കോൾ എടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ആദർശേട്ടനെ കുറിച്ചുള്ള ആ ദുഃഖവാർത്തയല്ലേ നമ്മൾ കേട്ടത്, ആദർശേട്ടൻ ജയിലില്ലാന്ന്. അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് ടെൻഷൻ. അതെ, ഇപ്പം നിനക്ക് അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. ആദർശൻ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ അവിടെ ആദർശന് ജയിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നിന്നെ മുത്തശ്ശൻ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ പേടിക്കണമെന്ന് ചോദിച്ചു. അതൊക്കെ ശരിയാ, എന്നാലും ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് നയനെ. പിന്നീട് നവ്യ ഇത് കേട്ടു, ആദർശ് വിളിച്ചില്ല എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ നവ്യക്ക് ഭയങ്കര സന്തോഷം. നവ്യ മുറിയിലേക്ക് നവ്യോട് പറഞ്ഞു, അങ്ങേരുണ്ടല്ലോ ആദർശ് ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല, കോള് വിളിച്ചിട്ട് എടുത്തിട്ടും ഇല്ല എന്ന് പറയണേ. സത്യമാണോ നീ പറയണേ? അതെ, അവളുണ്ടല്ലോ നയന, എന്റെ അനുജത്തി, അവൾ അമ്മായിയോട് പറയുന്ന കേട്ടാ. ഓ എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ അവന് ഡീല് കിട്ടാതിരുന്നാ മതിയായിരുന്നു, അവൻ എന്തേലും സംഭവിച്ചാലും മതിയായിരുന്നു. അപ്പോഴേക്കും നബി പറഞ്ഞു, ഈ ഡീല് കിട്ടാനൊന്നും പോകുന്നില്ല അബി, നീ ധൈര്യമായിട്ടിരിക്കുക. ഇത്തവണ അവന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഇത്രയും വലിയ ചതി ചെയ്തിട്ട് അവിടെ പോയിട്ടുണ്ട്, ദൈവങ്ങൾ പോലും വെറുതെ വിടത്തില്ല. ഇവിടെ എല്ലാരും പറ്റിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും, പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ അവന് മാപ്പില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അബിക്കൊരു ടെൻഷൻ. തന്റെ ചതി എങ്ങാനും മനസ്സിലാക്കിയാൽ തീർന്നു. ഇപ്പൊ ആദർശനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവള് തന്റെ കഴുത്തറക്കും എന്നുള്ള കാര്യം അബിക്ക് ഉറപ്പായി. പക്ഷെ അബിക്ക് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അബി പിന്നീട് നവിയോട് പറഞ്ഞു, നവിയെ നീ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ഇവിടുന്ന് എന്തായാലും കരകയറാൻ പറ്റും. നീ പറഞ്ഞ പോലെ ഞാൻ ജ്വല്ലറിയിലേക്ക് ഞാൻ ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു പക്ഷെ അത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ വീട് വിട്ട് ഇറങ്ങാലോ. നവി പറഞ്ഞു, അതെ, അതാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാ ഞാനും കാത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് സംഭവിക്കും തന്നെയാ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അബി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. പിന്നെ എനിക്കും അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ഇവിടെ കിടന്നെങ്കിൽ കഷ്ടപ്പെടേണ്ട വരത്തില്ലല്ലോ. നബി പറഞ്ഞു, ഞാൻ എത്രയോ വട്ടമായി നിന്നോടൊന്ന് പറയണത്, എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനു മുമ്പ് ചിലരുടെയൊക്കെ കണ്ണീര് എനിക്ക് കാണണമെന്ന് പറയണം. ആദർശ് കരയുന്നേ, അതെനിക്ക് കണ്ടേ മതിയാവുള്ളൂ അബി. അതിനുശേഷം എന്താണ് നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങത്തുള്ളൂ എന്നൊക്കെ പറയണം. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നയന മുത്തശ്ശന്റെ അടുത്തേക്ക് എന്നു. മുത്തശ്ശന്റെ അടുത്ത് എന്നിട്ട് ആദർശേട്ടൻ വിളിക്കോ മറ്റേ ചെയ്തോ. ഇപ്പൊ തങ്ങളെ വിളിച്ചില്ലെങ്കിലും മുത്തശ്ശനെ വിളിക്കാതിരിക്കില്ല, കാരണം പോകുന്നതിന് മുമ്പ് വിളിക്കൂലോ. അങ്ങനെ ചോദിച്ചു കഴിയുമ്പത്തിനും മുത്തശ്ശൻ പറഞ്ഞു, ഏയ് എന്നെ വിളിച്ചില്ല മോളെ എന്ന് പറയണ. എന്താ മോളെ? അല്ല ആദർശേട്ടൻ എന്താ വിളിക്കാത്തേന്ന്? ഇനിയിപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുത്തശ്ശ? അവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്? അവൻ മുംബൈക്കല്ലേ പോയിരിക്കുന്നത്, അവിടെ അവനൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അവൻ അവിടെ ജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല മുത്തശ്ശ, ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വല്ല പ്രശ്നങ്ങളോ അങ്ങനെയോ? അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു.
എനിക്ക് വിശ്വാസമുണ്ട്, എന്നാലും പേടിക്കൊന്നും വേണ്ട മോളെ. നന്നായിട്ട് മനോരി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പിന്നെ അറിയാലോ, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ജ്വല്ലറിയാണ് നമ്മുടേത്. അതിനെ കടത്തി വെട്ടാനായിട്ട് പെട്ടെന്ന് ആർക്കൊന്നും കഴിയില്ല. പിന്നെ എല്ലാം ഭഗവാന്റെ കയ്യിലല്ലേ. നമ്മൾ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തുന്നത് വെറുതെയാണോ? അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിച്ചു. പിന്നീട് നയനെ പൂജാമുറിയിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാണ്. എന്റെ ഭഗവാനെ, ആദർശേട്ടൻ ഒരു ആപത്തും വരാതിരുന്നാൽ മതി. ഇതുവരെയായിട്ടും വിളിച്ചിട്ട് കോളും എടുത്തിട്ടില്ല. ഈ ഡീലൊക്കെ കിട്ടണം. ആദർശേട്ടൻ തോറ്റു പോകുന്ന തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിനു മുമ്പ് ഇത്രയും വലിയ ടെൻഷൻ ഉണ്ടായിട്ടില്ല. ബിസിനസിന്റെ ആവശ്യത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഡീൽ ഉറപ്പിക്കാൻ പോകുന്ന സമയത്ത് ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ആദ്യമായിട്ടാണ് ആ ഒരു ടെൻഷൻ നയനയ്ക്കും ഉണ്ടായിരുന്നു. അതേ സമയത്ത് അനി കമ്പനിയിലേക്ക് വന്നു. കമ്പനി കാര്യങ്ങളൊക്കെ നോക്കണ സമയത്ത് അനിയുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത, എങ്ങനെയായി എന്തായി കാര്യങ്ങളൊക്കെ. അവിടുത്തെ ആദർശേട്ടൻ്റെ ഡീലൊന്നും കിട്ടിയെന്ന് അറിഞ്ഞാൽ മാത്രമേ ഒരു സമാധാനമാകത്തുള്ളൂ. അല്ലെങ്കിൽ ആ ജ്വല്ലറിയെ സാരമായി ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പോഴേക്കും നന്ദുവിന്റെ കോള് വന്നു. നന്ദു വിളിച്ചിട്ട് അനിയോട് സംസാരിക്കുകയാണ്. അനി പറഞ്ഞില്ല, ഇതുവരെയായിട്ട് ഒരു വിവരവും കിട്ടിയിട്ടില്ല നന്ദു. കോള് പറഞ്ഞ് ആദർശേട്ടൻ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഞാൻ നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ആ ഒരു ടെൻഷനാണ് ഞങ്ങളെല്ലാവരും. വീട്ടിലും എല്ലാവരും അതുപോലെ ഒക്കെ തന്നെയാ. എല്ലാവരും നല്ല ടെൻഷനിലാന്ന് പറയാണ്. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും കിട്ടും. ഞാനും പ്രാർത്ഥിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വീട്ടിലൊരു കള്ളത്തരമൊക്കെ പറഞ്ഞ് അവന്തിക പുറത്തേക്ക് പോവാണ് നാഗേന്ദ്രനെ കാണാനായിട്ട്. അങ്ങനെ നാഗേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക്ക് ഭയങ്കര ടെൻഷനാ. അവന്തി ചോദിച്ചു, അച്ഛ ഇത്തവണ എന്തേലും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ചോദിച്ചു. എന്ത് കാര്യം? അല്ല, ആ ആദർശ തോറ്റു മടങ്ങുമെന്ന് ചോദിക്കണം. മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക. എന്താണെങ്കിലും അവരുടെ തോൽവിയല്ലേ, അതിനു വേണ്ടിയല്ലേ, അത് കാണാൻ വേണ്ടിയല്ലേ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അച്ഛാ, എങ്ങനെ ഏത് വിധമെങ്കിലും അവര് തോൽക്കണം. ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ലെന്ന് പറയാണ്. വീട്ടില് ഇപ്പോഴാണ് അമ്മയാണെങ്കിലും അഭിയേട്ടനാണെങ്കിലും അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. പക്ഷേങ്കില് ആദർശ തോറ്റു കഴിഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ആള് ഞാനായിരിക്കും. കാരണം എനിക്കറിയാം എൻ്റെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവരുടെ ആ തോൽവി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഞാനായിരിക്കും എന്ന് പറഞ്ഞു. ഒരു പക്ഷെ അഭിയേട്ടനേക്കാളും അമ്മയെക്കാളും കൂടുതലായിട്ട്. അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ഉറപ്പായിട്ടും നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് പറയണം. അല്ല അച്ഛാ, ജയിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജയിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്. ആദർശാം കോൺഫറൻസ് കാളിലേക്ക് ചെല്ലാൻ പാടില്ല. അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ചെന്നിട്ടുണ്ടെങ്കിൽ ഡീല് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അല്ലച്ചാ, അങ്ങനെ ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നാഗേന്ദ്രനാണ് പണി കൊടുത്തിരിക്കുന്ന ആദർശനിട്ട്. ആ ജ്യൂസിനകത്ത് മയക്കുമരുന്നെല്ലാം ഉറക്കോളി കലർത്തി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ നിയമിച്ചത് നാഗേന്ദ്രനാണ്. അങ്ങനെ സ്വാധീനിച്ച് അതിനകത്ത് ഉറക്കോളിയുണ്ട്. അപ്പൊ അതൊന്നും ആദർശനായിട്ട് അറിയത്തുണ്ടായിരുന്നില്ലോ. പിന്നീട് നാഗേന്ദ്രൻ പറഞ്ഞു, അവന് കോൺഫറൻസ് കോളിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ വിധി പോലെ ഇരിക്കും. അവൻ ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഡീല് കിട്ടും. അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അതോടുകൂടിയിട്ട് മൂർത്തി ജ്വല്ലറിയുടെ ഗ്രാഫ് താഴും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ആദർശന് ആ MD സ്ഥാനത്ത് തുടരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദർശന് ഉറപ്പായിട്ടും ഈ പറയുന്ന മൂർത്തി അവിടെ നിന്ന് അടിച്ചിറക്കും. കാരണം മൂർത്തിയുടെ സ്വഭാവം വെച്ച് ബിസിനസ്സും കുടുംബവും വെവ്വേറെയാണ്. മൂർത്തി ആ കാര്യമൊന്നും നോക്കത്തില്ല. ആ ഒരു സമാധാനം എനിക്കുണ്ട് മോളെ. മോള് ധൈര്യമായിട്ടിരിക്കുക. നല്ലൊരു പോസിറ്റീവായിട്ടൊരു കാര്യം തന്നെ ആയിരിക്കും കേൾക്കാൻ പോകുന്നത്. ഒരു കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്തിരുന്നാൽ പോരേന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് എഴുന്നേറ്റ് നേരെ കോൺഫറൻസ് കാളിലേക്ക് പോകുന്ന കാണിക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ആദർശ് നേരത്തെ ചെല്ലുവോ അതൊക്കെ കിട്ടുമോ, ഡീൽ ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ആദർശ് ചെന്നിട്ടുണ്ട്, ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ സമയം കഴിഞ്ഞു പോവോ എന്നറിയത്തില്ല. അങ്ങനെ പോയിട്ടാണെങ്കിൽ അതൊരു വലിയ അടി തന്നെയായിരിക്കും അനന്തപുരിക്കാർക്ക് കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പം ചിലപ്പം പറയാൻ പറ്റില്ല. ആദർശ് ചിലപ്പം എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നേരത്തെ കോൺഫറൻസുകളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഡീല് കിട്ടുകയും ചെയ്യും. നാഗേന്ദ്രന് അവന്തേക്ക് നല്ല ഇടിവെട്ട് പണി കിട്ടുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാവേ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.